ഹായ് ഓൾ വെൽക്കം ടു മൈ ക്ലാസ്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് എക്സാം സ്പെഷ്യൽ റിവിഷൻ ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ക്ലാസ് 6 ബേസിക് സയൻസ് ചാപ്റ്റർ 4 ആയിട്ടുള്ള ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിങ് മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് മെയിനായിട്ട് വരുന്ന ടോപ്പിക്സ് ചാപ്റ്റേഴ്സ് വരുന്നത് ചാപ്റ്റർ 4ഉം 5ഉം 6ഉം ആണ്. നമ്മളിന്ന് 4 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ നമ്മുടെ ഓണം എക്സാമിന് ഉണ്ടായിട്ടുള്ള 1, 2, 3 എന്നുള്ള ചാപ്റ്റേഴ്സും പഠിച്ചിട്ട് വേണം നിങ്ങൾ പോകാൻ. എങ്കിലും കൂടുതൽ ഇമ്പോർട്ടൻസ് ചാപ്റ്റർ 4നും 5നും 6നും വേണം നിങ്ങൾ കൊടുക്കാനായിട്ട് കേട്ടോ. ഓക്കെ, പിന്നെ ഞാൻ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇമ്പോർട്ടൻസ് പോയിൻറ്റ്സ് ആണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ദി പ്ലാന്റ് ആണ്. അതായത് ഫ്ലവേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് പുതിയൊരു പ്ലാന്റ് ഉണ്ടാക്കാൻ തന്നെ പറ്റും. അപ്പോൾ സീഡ്സ് ആണ് അതിൽ ന്യൂ പ്ലാന്റ്സ് ആയിട്ട് ഉണ്ടാകുന്നത്. നമുക്കറിയാം അല്ലേ, വിത്ത് മുളപ്പിച്ചിട്ടാണ് നമ്മൾ ചെടികൾ ഉണ്ടാക്കുന്നത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വൺ വേർഡൊക്കെ ആയിട്ട് ചോദിക്കാൻ പറ്റുന്നതാണ്. ഫീമെയിൽ പാർട്ട് ഓഫ് ദി ഫ്ലവർ, അതാണ് നമ്മുടെ പിസ്റ്റിൽ എന്ന് പറയുന്നത്. വൺ വേർഡൊക്കെ ചോദിക്കുക കേട്ടോ. പിന്നെ ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് പൊള്ളൻ ഗ്രെയിൻ ഈസ് കോൾഡ് പോളിനേഷൻ. പോളിനേഷൻ എന്താണ്? ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് പോളിനേഷൻ എന്ന് അറിഞ്ഞു വെക്കുക. അതുപോലെ തന്നെ ദ യൂണിയൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ് ഈസ് നോൺ ആസ് ഫെർട്ടിലൈസേഷൻ. അപ്പോൾ ഈ ടേംസ് ഒക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഫെർട്ടിലൈസേഷൻ എന്താ, പോളിനേഷൻ എന്താ, അതേപോലെ ഫീമെയിൽ പാർട്ട് ഓഫ് ദി പ്ലാന്റ് എന്താ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയണം. അങ്ങനെയാണെങ്കിൽ മെയിൽ പാർട്ട് ഓഫ് ദി ഫ്ലവർ ഏതാണ്? സ്റ്റേമൻ ആണ്. ശ്രദ്ധിക്കുക, മെയിൽ പാർട്ട് ഓഫ് ദി ഫ്ലവർ സ്റ്റേമൻ, ഫീമെയിൽ പാർട്ട് ഓഫ് ദി ഫ്ലവർ ആണ് പിസ്റ്റിൽ എന്ന് പറയുന്നത്. ഗ്രീൻ പാർട്ട് ദാറ്റ് പ്രൊട്ടക്ട്സ് ദ ബഡ്, അതാണ് സെപ്പൽസ് എന്ന് പറയുന്നത്. ദ കളർഫുൾ പാർട്ട് ഓഫ് എ ഫ്ലവർ എന്ന് പറയുന്നത് എന്താണ്? പെറ്റലാണ്. കളർഫുൾ പാർട്ട് ഓഫ് എ ഫ്ലവർ. ഇതൊക്കെ വൺ വേർഡായിട്ട് ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് കളക്ട് ചെയ്യുക. ഇതുപോലെ ക്വസ്റ്റ്യൻ അതിൻ്റെ ബേസിസിലാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കാൻ നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഫിഗർ. നമുക്ക് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഫിഗർ മാർക്ക് ചെയ്യാനൊരു ക്വസ്റ്റ്യൻ എന്തായാലും പ്രതീക്ഷിക്കാം. അപ്പോൾ ആ ഫ്ലവറിൻ്റെ ഫിഗേഴ്സ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നമ്മൾ മെയിൻ ക്ലാസ് എടുത്തപ്പോൾ അതൊക്കെ അടയാളപ്പെടുത്താനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതാണ്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ പഠിക്കുക. അപ്പോൾ മെയിൻ പാർട്സ് ഓഫ് എ ഫ്ലവർ എന്തൊക്കെയാണ്? സെപ്പൽസ്, പെറ്റൽസ്, സ്റ്റേമൻ മെയിൽ പാർട്ടാണ്, പിസ്റ്റിൽ ഫീമെയിൽ പാർട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾ ആ ഫിഗറായിട്ട് അടയാളപ്പെടുത്താൻ കൂടി പഠിക്കുക. നമുക്കൊരു ഫിഗർ തന്നിട്ട് ഡാഷ് ഇട്ടിട്ട് ഈ ഭാഗം എന്താ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഞാൻ ഈ ഒരു ക്ലാസ് എടുക്കുമ്പോൾ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നും കൂടിയാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും പ്രതീക്ഷിക്കാം. നിങ്ങളുടെ പുതിയ സിലബസ് ആണ്. അപ്പോൾ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും നോക്കാനില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ മാക്സിമം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിട്ട് പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ മെയിൻ പാർട്സ് ഓഫ് ദി ഫ്ലവർ നോട്ട് ചെയ്യുക. സെപ്പൽസും പെറ്റൽസ്, സ്റ്റേമൻ എന്ന് പറയുന്നത് മെയിൽ പാർട്ടാണ്, പിസ്റ്റിൽ എന്ന് പറയുന്നത് എന്താണ്? ഫീമെയിൽ പാർട്ടാണ് കേട്ടോ. അടുത്തത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് എന്താണ് പോളിനേഷൻ എന്ന്. അപ്പോൾ ഡെഫിനേഷൻ ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക. ചിലപ്പോൾ ഈ ഡെഫിനേഷൻ തന്നിട്ട് നിങ്ങളോട് വൺ വേർഡായിട്ട് ചോദിക്കും കേട്ടോ. അപ്പോൾ ദ ട്രാൻസ്ഫർ ഓഫ് പൊള്ളൻ ഗ്രെയിൻസ് ഫ്രം ദി ആന്തർ ഓഫ് എ ഫ്ലവർ ടു ദ സ്റ്റിഗ്മ ഓഫ് ദി സെയിം ഓർ അനദർ ഫ്ലവർ ഈസ് കോൾഡ് പോളിനേഷൻ. അതായത് ആന്തറിൽ നിന്ന് നമ്മുടെ ഈ പൊള്ളൻ ഗ്രെയിൻസ് ട്രാൻസ്ഫർ ചെയ്തു ഒന്നില്ലെങ്കിൽ ആ ഫ്ലവറിൽ തന്നെ സ്റ്റിഗ്മയിലേക്ക് ആവാം, അല്ലെങ്കിൽ വേറൊരു ഫ്ലവറിലെ സ്റ്റിഗ്മയിലേക്ക് ആവാം. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പോളിനേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പോളിനേഷൻ്റെ ഡെഫിനേഷനൊക്കെ ക്ലാസ് എടുത്തപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് വായിച്ച് പഠിക്കണമെങ്കിൽ അത് വായിച്ച് പഠിക്കാം കേട്ടോ. അടുത്തത് ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമുക്ക് ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വാട്ട് ഹാപ്പൻസ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ? ഫെർട്ടിലൈസേഷന് ശേഷം എന്ത് സംഭവിക്കും? ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഓവറി എന്തായിട്ട് മാറും? ഫ്രൂട്ടായിട്ട് മാറും. ഒവ്യൂള് സീഡായിട്ടും മാറും. അപ്പോൾ നമ്മൾ ഫ്രൂട്ടായിട്ട് മാറണത് എന്താണെന്നൊക്കെ ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുക. നിങ്ങളിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പഠിപ്പിക്കുമ്പോൾ പല രീതിയിലായിട്ട് അത് പഠിച്ചു വയ്ക്കുക. ഓവറി ഡെവലപ്സ് ഇൻ ടു ഫ്രൂട്ട്, ഒവ്യൂൾ ഡെവലപ്ഡ് ഇൻ ടു സീഡ്സ് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വയ്ക്കുക.
അടുത്തത് വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ഫ്രൂട്ട്. ഒരു ഫ്രൂട്ടിൻ്റെ ഫങ്ഷൻ എന്താണ്? ദ ഫങ്ഷൻ ഓഫ് ഫ്രൂട്ട് ഈസ് ടു പ്രൊട്ടക്റ്റ് ദ ഡെവലപ്പിംഗ് സീഡ്സ് ആൻഡ് ഹെൽപ്പ് ഇൻ സീഡ് ഡിസ്പേഴ്സൽ. അതായത് നമ്മൾ പുതിയൊരു സീഡ് ഉണ്ടാവുന്നത് ഇതിൻ്റെ ഉള്ളിലാണ്, ഫ്രൂട്ടിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഒരു സീഡ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ആ സീഡിനെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും നമ്മുടെ ഫ്രൂട്ട് തന്നെയാണ്. പിന്നെ സീഡ് ഡിസ്പേഴ്സലിനും ഹെൽപ്പ് ചെയ്യുന്നത് അത് പുതിയൊരു സീഡ് ഉണ്ടെങ്കിലാണ് നമുക്ക് എന്തുണ്ടാവുള്ളൂ? പുതിയൊരു പ്ലാന്റ് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു സീഡിൻ്റെ ഒരു പ്രൊട്ടക്ഷനാണ് നമ്മുടെ ഫ്രൂട്ട് കൊടുക്കുന്നത് കേട്ടോ. അടുത്തത് വാട്ട് ഈസ് ദ റോൾ ഓഫ് പെറ്റൽസ് ഇൻ എ ഫ്ലവർ. ഒരു ഫ്ലവറിലെ ഒരു പാർട്ടാണ് പെറ്റൽ. അപ്പോൾ അതിൻ്റെ റോൾ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. പെറ്റൽസ് ആർ ഓഫൺ കളർഫുൾ ആൻഡ് ദേ അട്രാക്റ്റ് ഇൻസെക്ട്സ് ഫോർ പോളിനേഷൻ. നമുക്കറിയാം, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, കളർഫുൾ ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ പെറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഇൻസെക്ട്സിനെയൊക്കെ അട്രാക്റ്റ് ചെയ്യും. ഇൻസെക്ട്സ് വന്നിരുന്നാൽ തന്നെ നമ്മുടെ പ്ലാന്റ്സിൽ എന്ത് നടക്കും? പോളിനേഷൻ നടക്കും. പോളിനേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഇൻസെക്ട്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അത് ഈ പെറ്റൽസിൻ്റെ കളറ് ഫുൾ ആയതുകൊണ്ട് അതെന്തിനെ അട്രാക്റ്റ് ചെയ്യും? ഇൻസെക്ട്സിനെ അട്രാക്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. അടുത്തത് വൈ ഡു ഫ്ലവേഴ്സ് ഹാവ് ബ്രൈറ്റ് കളേഴ്സ്. എന്തുകൊണ്ടാണ് ഫ്ലവേഴ്സിന് ബ്രൈറ്റ് കളേഴ്സ് ഉള്ളത്? ഫ്ലവേഴ്സ് ഹാവ് ബ്രൈറ്റ് കളേഴ്സ് ടു അട്രാക്റ്റ് ഇൻസെക്ട്സ് വിച്ച് ഹെൽപ്പ് ഇൻ പോളിനേഷൻ. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നല്ല ബ്രൈറ്റ് കളേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഇൻസെക്ട്സിനെയൊക്കെ നല്ല രീതിക്ക് തന്നെ അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ഇൻസെക്ട്സ് വന്നിരുന്നാൽ തന്നെ നമ്മുടെ പോളിനേഷൻ നടക്കൂലേ. അപ്പോൾ പോളിനേഷന് വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ആവുമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോട്ട് ചെയ്യുക കേട്ടോ. വൈ ആർ ഫ്രൂട്ട്സ് ഇമ്പോർട്ടൻറ്റ് ടു പ്ലാന്റ്സ്. എന്തുകൊണ്ടാണ് ഫ്രൂട്ട്സ് പ്ലാന്റ്സിന് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം ഫ്രൂട്ട്സ് പ്രൊട്ടക്ട് ദ സീഡ് ആൻഡ് ഹെൽപ്പ് ടു ഡിസ്പേഴ്സ് സീഡ്സ് ടു ന്യൂ പ്ലേസസ് ഫോർ ജെർമിനേഷൻ. നമ്മുടെ സീഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ആരാണ്? ഫ്രൂട്ടാണ്. നമുക്കറിയാം ഫ്രൂട്ടിൻ്റെ ഉള്ളിലാണ് നമ്മുടെ സീഡ് ഉള്ളത് അല്ലേ. അപ്പോൾ അത് സീഡ് ജെർമിനേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. സീഡ് ജെർമിനേഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പുതിയൊരു പ്ലാന്റ് കിട്ടും എന്നുള്ളത് നമുക്കറിയാം അല്ലേ. അടുത്തത് പെറ്റൽ എന്ന് പറയുന്നത് എന്താണ്? അട്രാക്റ്റീവ് പാർട്ടാണ്. സെപ്പൽ എന്ന് പറയുന്നത് ബഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യണതാണ്. ഓരോന്നിൻ്റെ ഫംഗ്ഷനാണ് കേട്ടോ. പ്രൊട്ടക്ട്സ് ദ ബഡ്. സ്റ്റേമൻ എന്ന് പറയുന്നത് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. പിസ്റ്റിൽ എന്ന് പറയുന്നത് എന്താണ്? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. ഓവറി ആണ് നമ്മുടെ എന്തായിട്ട് മാറുന്നത്? ഫ്രൂട്ടായിട്ട് മാറുന്നത്. വൺ വേർഡ് ക്വസ്റ്റ്യൻസൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ഭാഗമാണ്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. വ്യത്യസ്തമായ രീതിയിൽ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് എക്സ്പ്ലെയിൻ ദ സ്റ്റേജസ് ഫ്രം ഫ്ലവർ ടു ഫ്രൂട്ട്. ഫ്ലവർ ഫ്രൂട്ട് ആവുന്ന വരെയുള്ള സ്റ്റേജസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഫ്ലവർ ബ്ലൂം ചെയ്യും, ഫ്ലവർ വിരിയും. പിന്നെ ആ ഫ്ലവറിൽ എന്ത് നടക്കും? പോളിനേഷൻ ഒക്കേഴ്സ്, പോളിനേഷൻ നടക്കും. പിന്നെ ഫെർട്ടിലൈസേഷൻ ടേക്ക് പ്ലേസ് ഇൻസൈഡ് ദ ഓവറി. ഓവറിയുടെ അകത്ത് എന്ത് നടക്കും? ഫെർട്ടിലൈസേഷൻ നടക്കും. പിന്നെ എന്താ? ദ ഓവറി എൻലാർജസ് ആൻഡ് ബിക്കംസ് എ ഫ്രൂട്ട്. ഓവറി വലുതായിട്ട് എന്തായിട്ട് മാറും? ഫ്രൂട്ടായിട്ട് മാറും. പിന്നെ ദ ഒവ്യൂൾസ് ബിക്കം സീഡ്സ്. ഒവ്യൂൾസ് എന്തായിട്ട് മാറും?
സീഡായിട്ട് മാറും. അപ്പോൾ ആ ഒരു സ്റ്റേജ് വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ പോയിൻറ്റ്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് പഠിക്കാൻ ഈസി ആയിട്ട്. ആദ്യം ഫ്ലവർ ബ്ലൂം ചെയ്യും, പോളിനേഷൻ നടക്കും, ഫെർട്ടിലൈസേഷൻ നടക്കും, ഓവറി എന്തായിട്ട് മാറും, ഫ്രൂട്ടായിട്ട് മാറും, ഒവ്യൂള് സീഡായിട്ടും മാറും. അടുത്തൊരു സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വിച്ച് പാർട്ട് ഓഫ് ദ ഫ്ലവർ കണ്ടെയ്ൻസ് പൊള്ളൻ. നമ്മൾ നേരത്തെ പോളിനേഷൻ്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, പൊള്ളൻ ഏത് പാർട്ടിലാണുള്ളത്? ആന്തറിലാണ് ഉള്ളത് കേട്ടോ. പൊള്ളൻ ഉള്ളത് ആന്തറിലാണ്. നോട്ട് ചെയ്യുക കേട്ടോ. ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് കേട്ടോ. നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ ഫുൾ മാർക്ക് നിങ്ങൾക്ക് നേടാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ മിസ്സാക്കാതെ നന്നായിട്ട് തന്നെ പഠിക്കാൻ നോക്കുക. ഫിഗർ, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്ലാന്റ്സിനെ പറ്റിയിട്ടും ഫ്രൂട്ടിനെ പറ്റിയിട്ടും ഒക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ നല്ല രീതിക്ക് ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. വെറുതെ വായിക്കാനല്ല, നല്ല രീതിക്ക് വായിച്ച് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ വിടുന്ന ഓരോ ചെറിയ പോയിൻറ്റ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻറ്റ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിച്ച് പാർട്ട് ഓഫ് ദ ഫ്ലവർ ബിക്കം സീഡ്. സീഡ് ആവുന്നത് എന്താ? ഓൾറെഡി പറഞ്ഞതാണ്, ഒവ്യൂളാണ് കേട്ടോ. ഒവ്യൂളാണ് നമ്മുടെ സീഡായിട്ട് മാറുന്നത്. നിങ്ങൾക്ക് ഓണം എക്സാമിൻ്റെ പേപ്പർ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ഒരിക്കലും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്നും പ്രതീക്ഷിച്ച് പോവരുത്. പക്ഷേ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് 100% വരുള്ളൂ. അപ്പോൾ നന്നായിട്ട് പഠിച്ച കുട്ടിക്ക് അത് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരും, ട്രൂ ആണോ ഫാൾസ് ആണോ. അപ്പോൾ അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കണം. അത് ശരിയാണെന്ന് അറിയണമെങ്കിൽ അത് വായിച്ച് മനസ്സിലാക്കിയ ഒരു കുട്ടിക്കാണ് തന്നിട്ടുള്ള പോയിൻറ്റ്സ് ശരിയാണോ അല്ലെങ്കിൽ തെറ്റാണോ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരും. ചിലപ്പോൾ അവർ ചോദിക്കാം വിച്ച് പാർട്ട് ഏതാണ് ഓവറി ഇതാവുന്നതെന്നൊക്കെ. വിച്ച് പാർട്ട് ഓഫ് ദ ഫ്ലവർ ബിക്കം ദ ഫ്രൂട്ടായി മാറുന്നത് ഓവറിയാണ്. അപ്പോൾ ഓവറി ഫ്രൂട്ടായിട്ട് മാറുന്നു എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നു കഴിഞ്ഞാൽ അത് ട്രൂ ആണ് എന്ന് എഴുതാൻ അറിയണമെങ്കിൽ നിങ്ങളിത് പഠിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഇത് പഠിച്ച കുട്ടിക്കും അല്ലെങ്കിൽ കൺഫ്യൂഷനുള്ള കുട്ടിക്ക് ട്രൂ ആണോ ശരിയാണോ ഒന്നും അറിയാതെ ഇരിക്കും. അടുത്തത്, വാട്ട് പ്രൊട്ടക്ട്സ് ദ ഫ്ലവർ ബഡ്. നേരത്തെ നമ്മൾ ഓൾറെഡി സെപ്പലിൻ്റെ ഫങ്ഷൻ പറഞ്ഞതാണ്. സെപ്പലാണ് നമ്മുടെ ഫ്ലവർ ബഡ് പ്രൊട്ടക്റ്റ് ചെയ്യണതെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സോ സെപ്പൽസ് ആണ് കേട്ടോ അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം അതിൻ്റെ ആൻസർ ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത്, വാട്ട് അട്രാക്ട്സ് ഇൻസെക്ട്സ് ടു ഫ്ലവേഴ്സ്. ഇൻസെക്ട്സിനെ അട്രാക്റ്റ് ചെയ്യുന്നത് എന്താണ്? ഫ്ലവേഴ്സ്. അപ്പോൾ അത് പെറ്റൽസ് ആണ്. പെറ്റൽസ് എന്ന് പറയുന്നത് ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു ഭാഗമാണെന്നൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. അപ്പോൾ പെറ്റൽസ് ആണ് നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ പാർട്ടായിട്ടുള്ള പെറ്റൽസ് ആണ് നമ്മുടെ ഇൻസെക്ട്സിനെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു പാർട്ട് എന്ന് പറയുന്നത് കേട്ടോ. ഓൾറെഡി പറഞ്ഞ ക്വസ്റ്റ്യൻസ് തന്നെയാണ്, അത് വേറെ രീതിയിൽ ചോദിച്ച് കാണിക്കണമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോട്ട് ചെയ്യുക. വാട്ട് അട്രാക്ട്സ് ഇൻസെക്ട്സ് ടു ഫ്ലവേഴ്സ്, പെറ്റൽസ്. നെക്സ്റ്റ്, സ്റ്റേറ്റ് ദ ഫങ്ഷൻ ഓഫ് സ്റ്റേമെൻസ്. സ്റ്റേമെൻസിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് എഴുതാനാണ് ചോദിച്ച വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേമെൻസ് ആർ ദ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഓഫ് എ ഫ്ലവർ. ദേ പ്രൊഡ്യൂസ് പൊള്ളൻ ഗ്രെയിൻസ്. സ്റ്റേമെൻസ് എന്ന് പറയുന്നത് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ്. ഒരു ഫ്ലവറിൻ്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ് സ്റ്റേമെൻസ് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ പൊള്ളൻ ഗ്രെയിൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഭാഗം കേട്ടോ.
അടുത്തത് ഡിഫൈൻ ഫെർട്ടിലൈസേഷൻ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദ ഫ്യൂഷൻ ഓഫ് മെയിൽ ഗാമേറ്റ് വിത്ത് ദ ഫീമെയിൽ ഗാമേറ്റ് ഈസ് കോൾഡ് ഫെർട്ടിലൈസേഷൻ. അപ്പം നമ്മുടെ മെയിൽ ഗാമേറ്റ് എന്ന് പറയുന്നത് എന്താണ്? പൊള്ളനാണ്. അതുപോലെ തന്നെ ഫീമെയിൽ ഗാമേറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഒവ്യൂൾ. അപ്പോൾ അതായത് നമ്മുടെ അതിൻ്റെ രണ്ടിൻ്റെ ഫ്യൂഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്തൊക്കെ അതിൻ്റെ ഡെഫിനേഷൻ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അത് പഠിച്ച കുട്ടിയാണെങ്കിൽ ഓൾറെഡി ക്വസ്റ്റ്യൻസ് മാത്രം നോട്ട് ചെയ്യുക. അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്ക് പഠിക്കാനാണ് എപ്പോഴും നമ്മൾ പ്രിഫർ ചെയ്യുക. അപ്പോൾ അതിലൊക്കെ ഇതിൻ്റെ ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. അടുത്ത് വേറൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ബൈസെക്ച്വൽ ഫ്ലവർ എന്താണെന്ന് കേട്ടോ. ഫ്ലവേഴ്സ് ദാറ്റ് കണ്ടെയ്ൻ ബോത്ത് സ്റ്റേമൻസ് ആൻഡ് പിസ്റ്റിൽസ് ആർ കോൾഡ് ബൈസെക്ച്വൽ ഫ്ലവേഴ്സ്. ഒരു ഫ്ലവറിൽ തന്നെ സ്റ്റേമനും അതുപോലെ തന്നെ പിസ്റ്റിലും ഉള്ള ഫ്ലവേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബൈസെക്ച്വൽ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. അതിൽ രണ്ടും ഉണ്ട് അല്ലേ, മെയിലും ഫീമെയിലും ഉണ്ട്. അപ്പോൾ ഫ്ലവേഴ്സ് ദാറ്റ് കണ്ടെയ്ൻ ബോത്ത് സ്റ്റേമൻ ആൻഡ് പിസ്റ്റിൽ ആർ കോൾഡ് ബൈസെക്ച്വൽ ഫ്ലവേഴ്സ് കേട്ടോ. അടുത്തത് ഗീവ് 2 എക്സാമ്പിൾസ് ഓഫ് വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സ്. വിൻഡ് പോളിനേഷൻ, അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ അത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ 2 എക്സാമ്പിൾസ് ഏതൊക്കെയാണ് വിൻഡ് പോളിനേഷൻ വഴി ഉണ്ടാവുന്നത്? ഗ്രാസും അതുപോലെ തന്നെ കോക്കനറ്റും കേട്ടോ. ഗ്രാസും അതുപോലെ തന്നെ കോക്കനറ്റുമാണ് അതിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത്. അടുത്തത് ഗീവ് 2 എക്സാമ്പിൾസ് ഓഫ് ഇൻസെക്റ്റ് പോളിനേറ്റഡ് ഫ്ലവേഴ്സ്. ഇൻസെക്റ്റ് പോളിനേറ്റഡ് ഫ്ലവേഴ്സിന് എക്സാമ്പിളായിട്ട് വരുന്നത് സൺഫ്ലവറും ജാസ്മിനുമാണ് കേട്ടോ. സൺഫ്ലവറും ജാസ്മിനുമാണ് ഇൻസെക്റ്റ് പോളിനേറ്റഡ് ഫ്ലവേഴ്സിന് എക്സാമ്പിളായിട്ട് വരുന്നത്. അപ്പോൾ അത് എക്സാമ്പിൾസ് എല്ലാം നിങ്ങൾ നോട്ട് ചെയ്യുക. വൺ വേർഡായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇൻസെക്റ്റ് പോളിനേറ്റഡ് ഫ്ലവേഴ്സിന് എക്സാമ്പിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് പോളിനേഷൻ. അപ്പോൾ പോളിനേഷൻ എന്നുള്ള പ്രോസസ്സ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. പോളിനേഷൻ ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് പൊള്ളൻ ഗ്രെയിൻസ് ഫ്രം ദ ആന്തർ ടു ദ സ്റ്റിഗ്മ. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ഇറ്റ് ഈസ് ഡൺ ബൈ വിൻഡ്, വാട്ടർ, ഇൻസെക്റ്റ് ഓർ എനിമൽസ്. ആരുടെ ഹെൽപ്പോട് കൂടിയ വിൻഡ്, വാട്ടർ, ഇൻസെക്ട്സ് അല്ലെങ്കിൽ എനിമൽസ്. ഇറ്റ് ക്യാൻ ബി സെൽഫ് പോളിനേഷൻ ഓർ ക്രോസ് പോളിനേഷൻ. 2 ടൈപ്പ് പോളിനേഷൻ ആണ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് പഠിക്കാനുള്ളത്. സെൽഫ് പോളിനേഷനും അതുപോലെ തന്നെ ക്രോസ് പോളിനേഷനും കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് അത് കറക്റ്റായിട്ട് അതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം പോളിനേഷൻ എന്താണെന്ന് പറയുക. അപ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? വിൻഡ്, വാട്ടർ, ഇൻസെക്ട്സ്, എനിമൽസ്. പിന്നെ ഏതൊക്കെ ടൈപ്പ് പോളിനേഷൻ ഉണ്ട്? സെൽഫും ഉണ്ട്, ക്രോസും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നോട്ട് ചെയ്യാം. അപ്പോൾ സ്ട്രക്ചർ ഓഫ് എ ടിപ്പിക്കൽ, ഞാൻ ഓൾറെഡി സ്റ്റാർട്ടിങ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഒരു ടിപ്പിക്കൽ ഫ്ലവറിൻ്റെ സ്ട്രക്ചർ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അത് പഠിച്ചിട്ട് വേണം പോവാൻ. അപ്പോൾ അതിൻ്റെ പാർട്ട് എന്ന് പറയുന്നത് ഒന്നാമത്തത് ഏതാണ്? സെപ്പൽസ് ആണ്. അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രൊട്ടക്റ്റ് ദി ബഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. രണ്ടാമത്തത് പെറ്റൽസ് ആണ്. അതിൻ്റെ ഫങ്ഷൻ എന്താണ്? അട്രാക്റ്റ് പോളിനേറ്റേഴ്സ് ആണ് കേട്ടോ. പോളിനേറ്റേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഫിഗർ പഠിക്കുക. പിന്നെ നമുക്ക് അടുത്ത പാർട്ടും കൂടി പറയാനുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്തുള്ള ഫിഗർ നന്നായി എന്തായാലും പഠിച്ചിട്ട് വേണം പോകാൻ. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്.
പിന്നെ നമുക്ക് വരുന്ന പാർട്ടാണ് സ്റ്റേമൻ. സ്റ്റേമൻ എന്ന് പറയുന്നത് എന്താ, മെയിൽ പാർട്ടാണ്. അതിൽ എന്തെല്ലാം ഉണ്ട്, സ്റ്റേമനിൽ തന്നെ എന്തുണ്ട്, ആന്തറും ഫിലമെൻറ്റും ഉണ്ട്. പിന്നെ നമുക്ക് വരുന്നതാണ് പിസ്റ്റിൽ. പിസ്റ്റിൽ എന്ന് പറയുന്നത് ഫീമെയിൽ പാർട്ടാണ്. ആ പിസ്റ്റിലിൽ വരുന്നതാണ് നമ്മുടെ സ്റ്റിഗ്മയും സ്റ്റൈലും അതുപോലെ തന്നെ നമ്മുടെ ഓവറിയും കേട്ടോ. സ്റ്റിഗ്മയും സ്റ്റൈലും അതുപോലെ തന്നെ ഓവറിയും. അപ്പോൾ സ്റ്റേമൻ അതിൻ്റെ കൂടി സബ് ക്ലാസിഫിക്കേഷനും കൂടി പറയാൻ പഠിക്കുക. അതുപോലെ തന്നെ പിസ്റ്റിൽ അത് ഫീമെയിൽ പാർട്ടാണ്. അപ്പോൾ അതിൽ വരുന്നതാണ് സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി. അടുത്തൊരു ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഹൗ ഫ്രൂട്ട് ഈസ് ഫോംഡ് ഫ്രം എ ഫ്ലവർ. ഒരു ഫ്ലവറിൽ നിന്ന് എങ്ങനെയാണ് ഫ്രൂട്ട് ഉണ്ടാവണേന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം പോളിനേഷൻ നടക്കും, പിന്നെ ഫെർട്ടിലൈസേഷൻ നടക്കും. ഓവറിൻ്റെ അകത്താണ് നടക്കുന്നത്. ഓവറി എന്തായിട്ട് മാറും, ഫ്രൂട്ടായിട്ട് മാറും. ഒവ്യൂൾ എന്തായിട്ട് മാറും, നമ്മുടെ സീഡായിട്ട് മാറും. അതർ ഫ്ലവർ പാർട്ട് എന്തായിട്ട് മാറും, ഉണങ്ങിപ്പോയിട്ട് നമ്മൾ കൊഴിഞ്ഞു പോകും. അതാണ് ആക്ച്വലി അവിടെ നടക്കുന്ന. സിമ്പിളായിട്ടാണ് നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള പ്രോസസ്സ്. നമുക്കറിയാം പോളിനേഷൻ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫെർട്ടിലൈസേഷൻ ഓവറിൻ്റെ അകത്ത് നടക്കും. പിന്നെ എന്താ, ഓവറിയാണ് നമ്മുടെ ഫ്രൂട്ടായിട്ട് മാറുക, ഒവ്യൂള് സീഡായിട്ട് മാറും. ബാക്കിയുള്ള പാർട്ടൊക്കെ ഉണങ്ങി കൊഴിഞ്ഞു പോവുകയാണ് ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്യുക. അടുത്തത്, ഇഫ് ഇൻസെക്ട്സ് ഡിസപ്പിയർ ഫ്രം എർത്ത് വാട്ട് വിൽ ഹാപ്പൻ ടു ഫ്ലവറിങ് പ്ലാന്റ്സ്. നമ്മുടെ എർത്തിൽ നിന്ന് തന്നെ ഇൻസെക്ട്സ് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ പൂവിടുന്ന ചെടികൾക്കൊക്കെ എന്ത് സംഭവിക്കും എന്നാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പോളിനേഷൻ നടക്കുമോ, ഇല്ല, നടക്കില്ല എന്നല്ല, നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് കൂടുതലും ഇൻസെക്ട്സ് ആണ്. അപ്പോൾ പോളിനേഷൻ നടക്കുന്നത് കുറയും. പോളിനേഷൻ വിൽ റെഡ്യൂസ്, സീഡ് ഫോർമേഷൻ ഡിക്രീസ്, സീഡ് ഉണ്ടാവുന്നത് കുറയും. പിന്നെ മെനി പ്ലാന്റ് സ്പീഷ്യസ് മേ ബിക്കം എക്സ്റ്റിൻറ്റ്, കുറേ പ്ലാന്റ് സ്പീഷ്യസ് ഇല്ലാണ്ടാവാൻ വേണ്ടി തുടങ്ങും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതിൽ ആൻസർ ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത്, വൈ ഡു സം ഫ്ലവേഴ്സ് ബ്ലൂം ഓൺലി അറ്റ് നൈറ്റ്. നമുക്കറിയാം ചില ഫ്ലവേഴ്സ് രാത്രി മാത്രമാണ് പൂക്കുന്നത്. അതെന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദ അട്രാക്റ്റ് നൊക്ടൂർണൽ ഇൻസെക്ട്സ് ലൈക്ക് മോത്ത്സ്. അപ്പോൾ ഇൻസെക്ട്സ് ആയിട്ടുള്ള മോത്തിനെയൊക്കെ ആ ടൈമിലാണ് അവർ അട്രാക്റ്റ് ചെയ്യുന്നത്. അവർക്ക് നല്ല ഫ്രാഗ്രൻസ്, നല്ല സ്മെല്ല് ഉണ്ടായിരിക്കും. അപ്പോൾ അതെന്തിനു വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും, പോളിനേഷൻ നടക്കാൻ വേണ്ടിയിട്ട്. രാത്രിയാണെന്നുണ്ടെങ്കിലും ഇരുട്ടിലും പോളിനേഷൻ നടക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അവരുടെ നല്ലൊരു ഫ്രാഗ്രൻസ് കേട്ടോ, നല്ല സ്മെല്ല്. ദേ ഹാവ് സ്ട്രോങ് ഫ്രാഗ്രൻസ് ടു ഹെൽപ്പ് പോളിനേഷൻ ഇൻ ദി ഡാർക്ക്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അടുത്തത് ലേബൽ ദ. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഡയഗ്രാം നിങ്ങൾ യൂസ് ചെയ്യുക. എന്നിട്ട് ഈ പാർട്സ്, നമ്മളോട് പറഞ്ഞിട്ടുള്ള ഈ പാർട്സൊക്കെ അടയാളപ്പെടുത്താനായിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പെറ്റൽ, ആന്തർ, അതുപോലെ തന്നെ ഫിലമെൻറ്റ്, സ്റ്റിഗ്മ, ഓവറി, ഒവ്യൂള്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. ആ ഫിഗർ നോക്കിയിട്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, വാട്ട് ഈസ് ദ റോൾ ഓഫ് ഓവറി ഇൻ എ ഫ്ലവർ. ഒരു ഫ്ലവറിൽ നമ്മുടെ ഓവറിയുടെ റോൾ എന്താണെന്നാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ദ ഓവറി കണ്ടെയ്ൻസ് ഓവ്യൂൾസ് ആൻഡ് ലേറ്റർ ഡെവലപ്സ് ഇൻ ടു ഫ്രൂട്ട് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. നമ്മുടെ ഈ ഓവറിയുടെ അകത്താണ് ഒവ്യൂൾസ് ഉള്ളത്. അപ്പോൾ ഈ ഓവറി എന്തായിട്ട് മാറും എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, ഫ്രൂട്ട്. ഫെർട്ടിലൈസേഷന് ശേഷം ഫ്രൂട്ടായിട്ട് മാറും. ഒവ്യൂൾ എന്തായിട്ട് മാറും, സീഡായിട്ട് മാറും എന്നാണ് നമ്മൾ ഇത്ര നേരം പഠിപ്പിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ എന്താണ് അവർ ചെയ്യുന്ന ആ റോളെന്ന് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക.
അടുത്തത് വാട്ട് ഹാപ്പൻസ് ടു ദ ഒവ്യൂൾ ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷന് ശേഷം ഒവ്യൂൾസിന് എന്ത് സംഭവിക്കും എന്നാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, ദ ഒവ്യൂൾ ഡെവലപ്സ് ഇൻ ടു എ സീഡ്. ഒവ്യൂൾ എന്തായിട്ട് മാറും? സീഡായിട്ട് മാറും. അപ്പോൾ ഈ ഒരു ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞത് തന്നെ വേറെ രീതിയിലൊക്കെ ചോദിക്കുന്ന കാരണം നിങ്ങൾ ഓൾറെഡി എൻ്റെ കൂടെ തന്നെ പഠിച്ചു പോയിട്ടുണ്ടാവും. എന്താണ് ഒവ്യൂൾ എന്തായിട്ട് മാറും? സീഡായിട്ട് മാറും. അപ്പോൾ ഫെർട്ടിലൈസേഷൻ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫെർട്ടിലൈസേഷന് ശേഷം ഓവറിക്ക് എന്ത് പറ്റും, അതുപോലെ തന്നെ ഒവ്യൂളിന് എന്ത് പറ്റും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്നു, ആ ഒരു ഫിഗറും ഫ്ലവറിൻ്റെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. അത്രയും പാർട്ട് അടയാളപ്പെടുത്താൻ പഠിച്ചിട്ട് തന്നെ വേണം എക്സാമിന് പോകാൻ വേണ്ടിയിട്ട്. അടുത്ത നമ്മൾ 2 ടൈപ്പ് പോളിനേഷൻ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്, സെൽഫും ക്രോസും. അപ്പോൾ അതിലെ സെൽഫ് പോളിനേഷൻ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. വെൻ പൊള്ളൻ ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം ദി ആന്തർ ടു ദ സ്റ്റിഗ്മ ഓഫ് ദി സെയിം ഫ്ലവർ ഇറ്റ് ഈസ് കോൾഡ് സെൽഫ് പോളിനേഷൻ. അതായത് ആന്തറിൽ നിന്നുള്ള പൊള്ളന് ഏതിലേക്ക് ആ സെയിം ഫ്ലവറിൽ തന്നെയുള്ള സ്റ്റിഗ്മയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് കേട്ടോ. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെൽഫ് പോളിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അടുത്തത് നമുക്ക് ഒബ്വിയസ്ലി പഠിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ക്രോസ് പോളിനേഷൻ. സെൽഫ് പോളിനേഷൻ എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ക്രോസ് പോളിനേഷൻ എന്താണെന്നാണ്. വെൻ പോളിനേഷൻ ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം ദ ആന്തർ ഓഫ് വൺ ഫ്ലവർ ടു ദ സ്റ്റിഗ്മ ഓഫ് അനദർ ഫ്ലവർ ഓഫ് ദ സെയിം സ്പീഷ്യസ്. അതായത് ഒരേ വർഗ്ഗത്തിൽ പെട്ടിട്ടുള്ള ഒരു വ്യത്യസ്ത രണ്ട് ഫ്ലവേഴ്സിൽ ഇതിലത്തെ ആന്തർ മറ്റേതിലത്തെ സ്റ്റിഗ്മയിലേക്ക് എന്ത് ചെയ്യുക? ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആന്തറിൽ നിന്നുള്ള പൊള്ളൻ ഇതിലത്തെ ആന്തറിൽ നിന്ന് മറ്റേ ഫ്ലവറിലെ സ്റ്റിഗ്മയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്രോസ് പോളിനേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഡെഫിനേഷൻസ് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. അടുത്തത് എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് എ സ്റ്റേമൻ. സ്റ്റേമൻ്റെ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ടെക്സ്റ്റിൽ ഫിഗർ അടക്കം കൊടുത്തിട്ടുണ്ട്. സ്റ്റേമന് 2 പാർട്സ് ആണ് വരുന്നത്. എ സ്റ്റേമൻ ഹാസ് 2 പാർട്സ്. ഫസ്റ്റ് വൺ ആന്തർ. ആന്തറിൻ്റെ ഇതെന്താ? പ്രൊഡ്യൂസ് പൊള്ളൻ ഗ്രെയിൻസ്. ആന്തറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പൊള്ളൻ ഗ്രെയിൻസിന് ഉണ്ടാക്കുന്നതാണ്. ഫിലമെൻ്റ് ആണ് അടുത്ത പാർട്ടായിട്ട്, സ്റ്റേമൻ്റെ 2ാമത്തെ പാർട്ടായിട്ട് വരുന്നത്. എ സ്റ്റോക്ക് ദാറ്റ് സപ്പോർട്ട്സ് ദി ആന്തർ. ആന്തറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ഫിലമെൻറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ സ്റ്റേമന് 2 പാർട്ടാണുള്ളത്, ആന്തറും അതുപോലെ തന്നെ ഫിലമെൻറ്റും. ഓക്കെ. അടുത്തത് ഡിസ്ക്രൈബ് ദ പ്രോസസ് ഓഫ് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ എന്നുള്ള പ്രോസസ്സ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റേജ് ആഫ്റ്റർ പോളിനേഷൻ ദ പൊള്ളൻ ഗ്രെയിൻസ് റീച്ചസ് ദ സ്റ്റിഗ്മ. അപ്പോൾ ആന്തറിൽ നിന്നുള്ള പൊള്ളൻ ഗ്രെയിൻസ് എവിടെ എത്തും? സ്റ്റിഗ്മയിൽ എത്തും. ഇറ്റ് ഫോംസ് എ പൊള്ളൻ ട്യൂബ് ദാറ്റ് ഗ്രോ ത്രൂ ദ സ്റ്റൈൽ. അതൊരു പൊള്ളൻ ട്യൂബ് ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. ദ മെയിൽ ഗാമേറ്റ് ട്രാവൽസ് ത്രൂ ദിസ് ട്യൂബ്. അപ്പോൾ മെയിൽ ഗാമേറ്റ് എന്ത് ചെയ്യും? ഈ ട്യൂബിൽ കൂടെയാണ് ട്രാവൽ ചെയ്യുക. ഇൻസൈഡ് ദ ഓവറി ദ മെയിൽ ഗാമേറ്റ് ഫ്യൂസസ് വിത്ത് ദ ഫീമെയിൽ ഗാമേറ്റ്. അപ്പോൾ ഓവറിൻ്റെ അകത്ത് എന്ത് നടക്കും? മെയിൽ ഗാമേറ്റും ഫീമെയിൽ ഗാമേറ്റും ഫ്യൂസ് ചെയ്യും. അപ്പോൾ ദ ഫ്യൂഷൻ ഈസ് കോൾഡ് ഫെർട്ടിലൈസേഷൻ. ആ ഒരു ഫ്യൂഷൻ പ്രോസസ്സിനെയാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് വാട്ട് വുഡ് ഹാപ്പൻ ഇഫ് ഫ്ലവേഴ്സ് ഡിഡ് നോട്ട് പ്രൊഡ്യൂസ് നെക്ടർ. ഫ്ലവേഴ്സ് നെക്ടർ തേൻ ഉൽപ്പാദിപ്പിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇൻസെക്ട്സ് വുഡ് നോട്ട് വിസിറ്റ് ഫ്ലവേഴ്സ്. ഇൻസെക്ട്സ് ഫ്ലവേഴ്സ് വിസിറ്റ് ചെയ്യാൻ വരില്ല. പോളിനേഷൻ വിഡ് റെഡ്യൂസ്. അങ്ങനെ ഇൻസെക്ട്സ് വന്നില്ലെങ്കിൽ പകുതി പോളിനേഷനും നടക്കില്ല. അപ്പോൾ പോളിനേഷൻ കുറയും. സീഡ് ആൻഡ് ഫ്രൂട്ട് ഫോർമേഷൻ വുഡ് ഡിക്രീസ്. അപ്പോൾ പോളിനേഷൻ നടന്നില്ലെങ്കിൽ സീഡും ഉണ്ടാവില്ല, ഫ്രൂട്ടും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് എന്ത് ചെയ്യും? അതിൻ്റെ ഫോർമേഷൻ ഒബ്വിയസ്ലി കുറയും എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം.
അടുത്തത് വാട്ട് ഈസ് ആൻഡ്രീഷ്യം, വാട്ട് ആർ ഇറ്റ്സ് പാർട്സ്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആൻഡ്രീഷ്യം ഈസ് ദ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് എ ഫ്ലവർ. ഒരു ഫ്ലവറിൻ്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് നമ്മുടെ ആൻഡ്രീഷ്യം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്റ്റേമൻസ്, ഈച്ച് കൺസിസ്റ്റ് ഓഫ്, അതെന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? സ്റ്റേമൻസ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിലെന്തെല്ലാം ഉണ്ട്? ഫസ്റ്റ് വൺ ഫിലമെൻ്റ് ആണ്, പിന്നെന്താണ്? ആന്തർ. ആന്തറിൽ എന്തുണ്ട്? കണ്ടെയ്ൻസ് പൊള്ളൻ ഗ്രെയിൻസ് വിത്ത് മെയിൽ ഗാമേറ്റ്സ്. ആന്തറിൽ നമ്മുടെ പൊള്ളൻ ഗ്രെയിൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വേർ ആർ പൊള്ളൻ ഗ്രെയിൻസ് ഫൗണ്ട്, അങ്ങനെയാണെങ്കിൽ പൊള്ളൻ ഗ്രെയിൻസ് എവിടെ കാണാമെന്നാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. പൊള്ളൻ ഗ്രെയിൻസ് ആർ ഫൗണ്ട് ഇൻ ദ ആന്തർ ചാമ്പർ ഓഫ് ദ സ്റ്റേമൻസ് ഇൻ ദ ആൻഡ്രീഷ്യം. ആൻഡ്രീഷ്യത്തിൻ്റെ അകത്ത് ആന്തർ സ്റ്റേമൻസിൻ്റെ അകത്ത് ആന്തർ ചാമ്പറിലാണ് നമ്മുടെ പൊള്ളൻ ഗ്രെയിൻസ് എല്ലാം കാണുന്നത് അല്ലേ. ഓൾറെഡി പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ട് അങ്ങനെ തന്നെ എഴുതാൻ പഠിക്കുക കേട്ടോ. വേറെയുള്ള പേരൊന്നും എഴുതാണ്ട് ആൻഡ്രീഷ്യം എന്ന് മാത്രം എഴുതാണ്ടൊക്കെ പൊള്ളൻ ഗ്രെയിൻസ് ആർ ഫൗണ്ട് ഇൻ ദി ആന്തർ. ആന്തർ എന്ന് പറയുന്നത് അവിടെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ആന്തർ ചാമ്പേഴ്സ് ഓഫ് ദി സ്റ്റേമൻസ് ഇൻ ദ ആൻഡ്രീഷ്യം എന്ന് തന്നെ എഴുതാൻ നോക്കുക. അടുത്തത് വാട്ട് ഈസ് ഗൈനീഷ്യം, വാട്ട് ആർ ഇറ്റ്സ് പാർട്സ്. അപ്പോൾ ഗൈനീഷ്യം എന്ന് പറയുന്നത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് എ ഫ്ലവർ. ഒരു ഫ്ലവറിൻ്റെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് കാർപ്പൽസ് ഉണ്ട്. അപ്പോൾ ആൻഡ് ഈച്ച് കാർപ്പൽ ഹാസ് സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറിയുടെ അകത്ത് എന്തുണ്ട്? കണ്ടെയ്ൻസ് ഒവ്യൂൾസ് വിത്ത് ഫീമെയിൽ ഗാമേറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഗൈനീഷ്യത്തിൻ്റെ പാർട്സ് ആയിട്ട് വരുന്നതാണ് നമ്മുടെ കാർപ്പലിൽ എന്തൊക്കെയുണ്ട്? സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഒവ്യൂള് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്യുക. ഗൈനീഷ്യം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. വൺ വേർഡ് ആയിട്ടൊക്കെ ചോദിക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്തത് വേർ ഈസ് ദ ഫീമെയിൽ ഗാമേറ്റ് ഫൗണ്ട്. എവിടെയാണ് ഫീമെയിൽ ഗാമേറ്റ് കാണപ്പെടുന്നത്? ഫീമെയിൽ ഗാമേറ്റ് അതായത് എഗ് ഈസ് ഫൗണ്ട് ഇൻസൈഡ് ദ ഓവ്യൂൾ ഇൻ ദ ഓവറി ഓഫ് ഗൈനീഷ്യം. ഗൈനീഷ്യത്തിൻ്റെ അകത്ത് ഓവറിയുടെ ഉള്ളിൽ കാണുന്ന ഒവ്യൂളിലാണ് നമ്മുടെ ഫീമെയിൽ ഗാമേറ്റ് ഫൗണ്ട് ചെയ്യുന്നത് കേട്ടോ. ഫീമെയിൽ ഗാമേറ്റ് കാണപ്പെടുന്നത് ഓവറിൻ്റെ അകത്ത് ഒവ്യൂളിൻ്റെ ഉള്ളിലുള്ള ഒവ്യൂളിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഫീമെയിൽ ഗാമേറ്റ് കാണപ്പെടുന്നത്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. കറക്റ്റായിട്ട് അങ്ങനെ തന്നെ പറയണേ, അല്ലാണ്ട് ഗൈനീഷ്യം അങ്ങനെയൊന്നും പറയാതെ നമ്മൾ ഒവ്യൂളിൻ്റെ അകത്താണ്. ആ ഒരു പോയിന്റിനാണ് അവിടെ ഇമ്പോർട്ടൻസ്. അടുത്തത് ഇൻ വിച്ച് ഫ്ലവർ ആർ ബോത്ത് ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം സീൻ ടുഗദർ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ഫ്ലവറിൽ ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും രണ്ടും കൂടിയുള്ള ഫ്ലവർ ഏതൊക്കെയാണെന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടെ എക്സാമ്പിൾ എടുത്ത് പറയുന്നുണ്ട്. ഇൻ ലേഡീസ് ഫിംഗർ ഫ്ലവർ ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം ആർ ഫൗണ്ട് ഇൻ ദ സെയിം ഫ്ലവർ. ലേഡീസ് ഫിംഗറിലാണ് ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും സെയിം ഫ്ലവറിൽ തന്നെ കാണപ്പെടുന്നത് കേട്ടോ. നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് നമ്മൾ വിട്ട് കളയുന്ന ചെറിയ പോയിന്റ്സിൽ നിന്നൊക്കെ ആവും ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പോൾ അങ്ങനെ വേണം നിങ്ങൾ പോകാൻ. ഇത് പഠിക്കുന്നുണ്ടെങ്കിലും ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് നിങ്ങൾ കാണണം. ചാപ്റ്റർ വൈസ് ലൈൻ ബൈ ലൈൻ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞു ആൻസേഴ്സും ഒക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതിൻ്റോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഒരു ക്ലാസ്സസും കൂടി നിങ്ങൾ കണ്ടാലാണ് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. അടുത്തത് വാട്ട് ഈസ് എ മെയിൽ ഫ്ലവർ. മെയിൽ ഫ്ലവർ എന്ന് പറയുന്നത് എന്താണ്? എ മെയിൽ ഫ്ലവർ ഈസ് എ ഫ്ലവർ ദാറ്റ് കണ്ടെയ്ൻസ് ആൻഡ്രീഷ്യം ഓൺലി, അതായത് നോ ഗൈനീഷ്യം. ഒരു മെയിൽ ഫ്ലവറിൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ആൻഡ്രീഷ്യം മാത്രമേ ഉണ്ടാവുള്ളൂ, ഗൈനീഷ്യം ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ നമ്മുടെ ചാനലിൽ കയറിയിട്ട് ക്ലാസിക്സ് ബേസിക് സയൻസ് എന്നുള്ള പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസും നിങ്ങൾക്ക് അവിടെ ഓർഡർ വൈസ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റും.
അടുത്ത വാട്ട് ഈസ് എ ഫീമെയിൽ ഫ്ലവർ? എ ഫീമെയിൽ ഫ്ലവർ ഹാസ് ഗൈനീഷ്യം ഓൺലി, നോ ആൻഡ്രീഷ്യം. ദിസ് ഈസ് സീൻ ഇൻ പ്ലാന്റ്സ് വെർ മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ഒക്കർ സെപ്പറേറ്റ്ലി. അപ്പോൾ ഫീമെയിൽ ഫ്ലവർ എന്ന് പറയുന്നത് അതിൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ഗൈനീഷ്യം മാത്രമേ ഉണ്ടാവുള്ളൂ, ആൻഡ്രീഷ്യം ഉണ്ടാവില്ല. അടുത്തത് യൂണിസെക്ച്വൽ ഫ്ലവേഴ്സ്. യൂണിസെക്ച്വൽ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് ഹാവ് ഐദർ ആൻഡ്രീഷ്യം ഓർ ഗൈനീഷ്യം. അതിനെന്തുണ്ട്? ആൻഡ്രീഷ്യവും ഉണ്ട്, ഗൈനീഷ്യവും ഉണ്ട്. ബൈസെക്ച്വൽ ഫ്ലവേഴ്സിന് എന്തുണ്ട്? ഹാവ് ബോത്ത് ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം ഇൻ ദ സെയിം ഫ്ലവർ. സെയിം ഫ്ലവറിൽ തന്നെ എന്തുണ്ട്? ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും ഉണ്ട് കേട്ടോ. യൂണിസെക്ച്വൽ ഫ്ലവേഴ്സും അതുപോലെ തന്നെ ബൈസെക്ച്വൽ ഫ്ലവേഴ്സും. യൂണിസെക്ച്വൽ ആണെങ്കിൽ എന്തുണ്ടാവുള്ളൂ? ഒന്നില്ലെങ്കിൽ ആൻഡ്രീഷ്യം അല്ലെങ്കിൽ ഗൈനീഷ്യം. ബൈസെക്ച്വൽ ആണെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും? നമ്മൾ സോറി കേട്ടോ, യൂണിസെക്ച്വൽ ഫ്ലവേഴ്സിന് ഒന്നെങ്കിൽ ആൻഡ്രീഷ്യം അല്ലെങ്കിൽ ഗൈനീഷ്യം. ബൈസെക്ച്വൽ ഫ്ലവേഴ്സിനാണെന്നുണ്ടെങ്കിൽ ആൻഡ്രീഷ്യവും ഉണ്ടാവും, അതുപോലെ തന്നെ നമ്മുടെ ഗൈനീഷ്യം ഉണ്ടാവും കേട്ടോ. ആ ഒരു വ്യത്യാസം നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത് ഈസ് പംകിൻ ഫ്ലവർ യൂണിസെക്ച്വൽ ഓർ ബൈസെക്ച്വൽ? പംകിൻ ഫ്ലവർ എന്ന് പറയണത് യൂണിസെക്ച്വൽ ആണോ ബൈസെക്ച്വൽ ആണോ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ പംകിൻ ഫ്ലവർ ഈസ് യൂണിസെക്ച്വൽ ബിക്കോസ് മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ഒക്കർ സെപ്പറേറ്റ്ലി ഓൺ ദി പ്ലാന്റ്. അപ്പോൾ ആ ഒരു പ്ലാന്റിൻ്റെ അകത്ത് മെയിൽ അതുപോലെ തന്നെ ഫീമെയിൽ ഫ്ലവേഴ്സും സെപ്പറേറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് പംകിൻ ഫ്ലവർ എന്ന് പറയുന്നത് എന്താണ്? യൂണിസെക്ച്വൽ ആണ്. അപ്പോൾ ഇതൊക്കെ ആൻസർ ചെയ്യാൻ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂണിസെക്ച്വലിൻ്റെയും ബൈസെക്ച്വലിൻ്റെയും എക്സാമ്പിൾസ്, ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സാമ്പിൾസ് വളരെ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെച്ചിട്ടുണ്ടാവണം കേട്ടോ. അടുത്തത് ഈസ് ലേഡീസ് ഫിംഗർ ഫ്ലവർ യൂണിസെക്ച്വൽ ഓർ ബൈസെക്ച്വൽ? ലേഡീസ് ഫിംഗർ ഫ്ലവർ എന്ന് പറയുന്നത് യൂണിസെക്ച്വൽ ആണോ അതോ ബൈസെക്ച്വൽ ആണോ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ലേഡീസ് ഫിംഗർ ഫ്ലവർ ഈസ് ബൈസെക്ച്വൽ ബിക്കോസ് ഇറ്റ് ഹാസ് ബോത്ത് ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം. അത് ബൈസെക്ച്വൽ ആണ്, കാരണം അതിന് എന്തുണ്ട്? ആൻഡ്രീഷ്യവും ഉണ്ട്, ഗൈനീഷ്യവും ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് വാട്ട് ഈസ് ദ റോൾ ഓഫ് ആൻഡ്രീഷ്യം ഇൻ റീപ്രൊഡക്ഷൻ? ദ ആൻഡ്രീഷ്യം പ്രൊഡ്യൂസസ് പൊള്ളൻ ഗ്രെയിൻസ് ദാറ്റ് ക്യാരി ദ മെയിൽ ഗാമേറ്റ്സ് വിച്ച് ആർ എസെൻഷ്യൽ ഫോർ ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷന് ആവശ്യം ആയിട്ടുള്ള പൊള്ളൻ ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ആൻഡ്രീഷ്യമാണ്. എന്നിട്ട് അത് ആദ്യം നമ്മുടെ മെയിൽ ഗാമേറ്റ് ക്യാരി ചെയ്യും കേട്ടോ. അപ്പോൾ ആൻഡ്രീഷ്യത്തിൻ്റെ റീപ്രൊഡക്ഷനിലുള്ള ഫങ്ഷൻ എന്താണ് അല്ലെങ്കിൽ റോൾ എന്താണെന്ന് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ആൻഡ്രീഷ്യത്തിൻ്റെ റോള്. റീപ്രൊഡക്ഷനിലെ ആൻഡ്രീഷ്യത്തിൻ്റെ റോള് എന്താന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ ചോദിച്ചത്. വാട്ട് ഈസ് ദ റോൾ ഓഫ് ഗൈനീഷ്യം? അപ്പോൾ അതിന് അടുത്ത് നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡ്രീഷ്യത്തിനെ പറ്റി പറഞ്ഞു. അപ്പോൾ അടുത്ത് നമുക്ക് എന്താണ്? വാട്ട് ഈസ് ദ റോൾ ഓഫ് ഗൈനീഷ്യം ഇൻ റീപ്രൊഡക്ഷൻ? ദ ഗൈനീഷ്യം കണ്ടെയ്ൻസ് ദ ഓവറി. അപ്പോൾ ഗൈനീഷ്യത്തിൻ്റെ റോൾ എന്താണ് റീപ്രൊഡക്ഷനിൽ? ആ ഗൈനീഷ്യത്തിൽ എന്തുണ്ട്? ഓവറി ഉണ്ട്. അതിൻ്റെ അകത്ത് എന്തുണ്ട്? ഒവ്യൂൾ ഉണ്ട്. വേർ ഒവ്യൂൾസ് വിത്ത് ഫീമെയിൽ ഗാമേറ്റ് ആർ പ്രസൻറ്റ്. ഫെർട്ടിലൈസേഷൻ ഒക്കേഴ്സ് ഇൻസൈഡ് ദ ഓവറി. അപ്പോൾ ഓവറിയുടെ അകത്ത് ആണ് നമ്മുടെ എന്ത് നടക്കുന്നത്? ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് എന്നാണ് നമ്മൾ പഠിച്ചു. അപ്പോൾ ഗൈനീഷ്യമാണ് അല്ലേ ഇതിൽ നമ്മുടെ ഗൈനീഷ്യൻ്റെ അകത്താണ് നമ്മുടെ ഓവറിയും ഒവ്യൂളും എല്ലാം ഉള്ളത് കേട്ടോ. അപ്പോൾ അതൊന്ന് നിങ്ങൾ പഠിച്ചു വയ്ക്കുക.
അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, ക്യാൻ എ ഫ്ലവർ ഹാവ് മോർ ദാൻ വൺ ഓവറി? ഒരു ഫ്ലവറിൽ തന്നെ ഒന്നിനേക്കാൾ കൂടുതൽ ഓവറി ഉണ്ടാവുമോ എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന് എക്സാമ്പിൾസും പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. യെസ് എന്നാണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഉണ്ടാവും. സം ഫ്ലവേഴ്സ് ഹാവ് മൾട്ടിപ്പിൾ ഓവറി സച്ച് ആസ് ചാമ്പക്, ലോട്ടസ്, കസ്റ്റാർഡ് ആപ്പിൾ ആൻഡ് പോളിയാൽത്തിയ. ടെക്സ്റ്റ് ബുക്കിൽ അതിൽ കറക്റ്റായിട്ട് അതിൻ്റെ എക്സാമ്പിൾസും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. മൾട്ടിപ്പിൾ ഓവറി ഉള്ള അത് ഏതൊക്കെയാണെന്നുള്ളത്, ഇതിൻ്റെ ഫ്ലവേഴ്സിനൊക്കെയാണെന്ന്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ കൂടി നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അടുത്തത്, വാട്ട് ആർ ഡയേഷ്യസ് പ്ലാന്റ്സ്? ഡയേഷ്യസ് പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഗീവ് എക്സാമ്പിൾസ്. അതിന് എക്സാമ്പിൾ കൂടി പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പ്ലാന്റ്സ് ഇൻ വിച്ച് മെയിൽ ഫ്ലവേഴ്സ് ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ആർ ഫൗണ്ട് ഓൺ ഡിഫറെൻറ്റ് പ്ലാന്റ്സ് ആർ കോൾഡ് ഡയേഷ്യസ് പ്ലാന്റ്സ്. അതായത് ഒരു പ്ലാന്റ്സിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മെയിൽ ഫ്ലവേഴ്സും ഫീമെയിൽ ഫ്ലവേഴ്സും ഡിഫറെൻറ്റ് പ്ലാന്റ്സിൽ കാണുന്ന ഫ്ലവേഴ്സിനെയാണ് നമ്മൾ ഡയേഷ്യസ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത് ഡേറ്റ് പാം, മലബാർ ടാമറിൻറ്റ്, നട്ട്ബഗ്, അതുപോലെ തന്നെ പപ്പായ. അടുത്തത്, വാട്ട് ആർ മൊണേഷ്യസ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡയേഷ്യസും അതുപോലെ തന്നെ മൊണേഷ്യസ് പ്ലാന്റും അതിൻ്റെ എക്സാമ്പിൾസ് കേട്ടോ. പ്ലാന്റ്സ് ദാറ്റ് ഹാവ് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ഓൺ ദി സെയിം പ്ലാന്റ് ആർ കോൾഡ് മൊണേഷ്യസ് പ്ലാന്റ്സ്. ഇവിടെ മെയിലും ഫീമെയിൽ ഫ്ലവറും സെയിം പ്ലാന്റിൽ തന്നെയാണ് കാണപ്പെടുന്നത്. എക്സാമ്പിളായിട്ട് വരുന്നത് കുക്കുംബർ, പംകിൻ, ആഷ് ഗാർഡ്, സ്നേക്ക് ഗാർഡ്, കോക്കനറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എക്സാമ്പിളായിട്ട് പഠിച്ചു വെക്കേണ്ടത് കേട്ടോ. അടുത്തത്, ഹൗ വിൽ യു ഡിസ്റ്റിങ്വിഷ് എ മൊണേഷ്യസ് പ്ലാന്റ് ഫ്രം എ ഡയേഷ്യസ് പ്ലാന്റ്? മൊണേഷ്യസ് പ്ലാന്റും ഡയേഷ്യസ് പ്ലാന്റും എങ്ങനെയാണ് നിങ്ങൾ, അപ്പോൾ രണ്ടിൻ്റെ ഡിഫറൻസ് പറഞ്ഞാൽ മതി. മൊണേഷ്യസ് എന്ന് പറയുന്നത് സെയിം പ്ലാന്റ് ഹാസ് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ്. ഡയേഷ്യസ് എന്ന് പറയുന്നത് മെയിൽ ഫ്ലവേഴ്സ് ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ഒക്കർ ഓൺ സെപ്പറേറ്റ് പ്ലാന്റ്സ്. ഇത്രയും കാര്യങ്ങൾ നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചതാണ്. അതൊരു ഡിഫറൻസ് പോലെ ആക്കിയിട്ട് ഇങ്ങനെ എഴുതിയാൽ മതി എന്ന് മാത്രം. അടുത്തത്, ഇഫ് എ പ്ലാന്റ് ഹാസ് ഓൺലി മെയിൽ ഫ്ലവേഴ്സ് വാട്ട് കൈൻഡ് ഓഫ് പ്ലാന്റ് ഇറ്റ് ഈസ്? ഒരു പ്ലാന്റ് അതിൽ മെയിൽ ഫ്ലവേഴ്സ് മാത്രമേ ഉള്ളൂ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഏത് ടൈപ്പ് പ്ലാന്റ് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇറ്റ് ഈസ് എ മെയിൽ പ്ലാന്റ് ആൻഡ് സച്ച് പ്ലാന്റ്സ് ബിലോങ്സ് ടു ഡയേഷ്യസ് സ്പീഷ്യസ് കേട്ടോ. ഡയേഷ്യസ് പ്ലാന്റ്സ് ആണല്ലേ. അടുത്തത്, വൈ ഈസ് ക്രോസ് പോളിനേഷൻ കമ്പൽസറി ഇൻ ഡയേഷ്യസ് പ്ലാന്റ്സ്? ഡയേഷ്യസ് പ്ലാന്റ്സിൽ ക്രോസ് പോളിനേഷൻ കമ്പൽസറി ആണെന്ന് പറയാൻ കാരണം എന്താണ്? ബിക്കോസ് മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ഒക്കർ ഓൺ ഡിഫറെൻറ്റ് പ്ലാന്റ്സ്. Pollens cannot reach stigma of the same plant, so only cross pollination occurs കേട്ടോ. അതായത് മെയിലും ഫീമെയിലും ഫ്ലവേഴ്സ് ഏതിലാണ് ഉണ്ടാവുക? ഡിഫറെൻറ്റ് പ്ലാന്റ്സിലാണ്. പൊള്ളൻസിന് സ്റ്റിഗ്മ സെയിം ഫ്ലവറിലേക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യും? ക്രോസ് പോളിനേഷനാണ് അവിടെ നടക്കുക. ക്രോസ് പോളിനേഷൻ എന്താണെന്ന് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ് കേട്ടോ നമ്മൾ. അപ്പോൾ ക്രോസ് പോളിനേഷൻ എന്താണെന്ന് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത സ്ഥിതിക്ക് നിങ്ങൾക്ക് അറിയാം ഡിഫറെൻറ്റ് പ്ലാന്റ്സിലാണ് അത് നടക്കുന്നതെന്ന് അറിയാം അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ക്രോസ് പോളിനേഷൻ അവിടെ നടക്കുന്നതെന്ന് കേട്ടോ.
So what is self-pollination? Transfer of pollen grains to the stigma of the same flower or the stigma of another flower of the same plant is self-pollination. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയതാണ് കേട്ടോ. സെൽഫ് പോളിനേഷൻ്റെ ഡെഫിനീഷൻസ് പഠിച്ചു വയ്ക്കുക, അതുപോലെ തന്നെ ക്രോസ് പോളിനേഷൻ്റെ ഡെഫിനീഷനും പഠിച്ചു വയ്ക്കുക. അടുത്തത് വാട്ട് ഈസ് ക്രോസ് പോളിനേഷൻ? നമ്മൾ ഓൾറെഡി പറഞ്ഞു. ക്രോസ് പോളിനേഷൻ ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് പൊള്ളൻ ഗ്രെയിൻസ് ഫ്രം വൺ ഫ്ലവർ ടു ദ സ്റ്റിഗ്മ ഓഫ് എ ഫ്ലവർ ഓഫ് അനദർ പ്ലാന്റ് ഓഫ് ദി സെയിം സ്പീഷ്യസ്. സെയിം സ്പീഷ്യസിലുള്ള വേറെ വ്യത്യസ്ത രണ്ട് ചെടികളിലെ ഫ്ലവേഴ്സായിട്ട് നടക്കുന്ന പൊള്ളൻ ഗ്രെയിൻസിൻ്റെ ട്രാൻസ്ഫറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്രോസ് പോളിനേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് ഡു ബോത്ത് സെൽഫ് പോളിനേഷൻ ആൻഡ് ക്രോസ് പോളിനേഷൻ ഒക്കർ ഇൻ ബൈസെക്ച്വൽ ഫ്ലവേഴ്സ്? സെൽഫ് പോളിനേഷനും അതുപോലെ തന്നെ ക്രോസ് പോളിനേഷനും ബൈസെക്ച്വൽ ഫ്ലവേഴ്സിൽ നടക്കുമെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. യെസ്, ബോത്ത് ടൈപ്സ് ഓഫ് പോളിനേഷൻ ക്യാൻ ടേക്ക് പ്ലേസ് ഇൻ ബൈസെക്ച്വൽ ഫ്ലവേഴ്സ്. രണ്ട് ടൈപ്പ് പോളിനേഷനും എന്തിൽ നടക്കും? ബൈസെക്ച്വൽ ഫ്ലവേഴ്സിൽ നടക്കും. അപ്പോൾ അതിൻ്റെ ആൻസർ ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് വൺ വേർഡ് ആയിട്ടൊക്കെ പ്രതീക്ഷിക്കാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ പറയുമ്പോൾ ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് പറയാൻ അറിയണം. അടുത്തത് വൈ ഡസ് നാച്ചർ എൻകറേജ് ക്രോസ് പോളിനേഷൻ? എന്തുകൊണ്ടാണ് നാച്ചർ ക്രോസ് പോളിനേഷന് വേണ്ടി ഇതാക്കുന്നത്? നാച്ചർ പ്രിവെൻറ്റ് സെൽഫ് പോളിനേഷൻ ആൻഡ് എൻകറേജ് ക്രോസ് പോളിനേഷൻ ടു പ്രൊഡ്യൂസ് ബെറ്റർ ആൻഡ് മോർ ഡൈവേഴ്സ് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ്. ക്രോസ് പോളിനേഷൻ നടക്കുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള പുതിയ പ്ലാന്റ്സും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് വൈ ഈസ് ക്രോസ് പോളിനേഷൻ കമ്പൽസറി ഇൻ ഡയേഷ്യസ് പ്ലാന്റ്സ്? എന്തുകൊണ്ടാണ് ഡയേഷ്യസ് പ്ലാന്റ്സിൽ ക്രോസ് പോളിനേഷൻ കമ്പൽസറി ആണെന്ന് പറയാൻ കാരണം? ബിക്കോസ് മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ഒക്കർ ഓൺ ഡിഫറെൻറ്റ് പ്ലാന്റ്സ് മേക്കിംഗ് സെൽഫ് പോളിനേഷൻ ഇമ്പോസിബിൾ. അതായത് മെയിൽ അതുപോലെ തന്നെ ഫീമെയിൽ ഫ്ലവേഴ്സും ഡിഫറെൻറ്റ് പ്ലാന്റ്സിലാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് സെൽഫ് പോളിനേഷൻ നടക്കാൻ പറ്റില്ല. പകരം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുള്ളൂ? ക്രോസ് പോളിനേഷൻ അവിടെ നടക്കുള്ളൂ കേട്ടോ. ഡയേഷ്യസ് പ്ലാന്റ്സിൻ്റെ പ്രോപ്പർട്ടി എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്തത് നെയിം എ പ്ലാന്റ് ദാറ്റ് റിക്വയേഴ്സ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ആൻഡ് എക്സ്പ്ലെയിൻ വൈ. ഏതെങ്കിലും ഒരു പ്ലാന്റ്, അതിന് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ആവശ്യമുള്ള ഏതെങ്കിലും ഒരു പ്ലാന്റും അതെന്തുകൊണ്ടാണെന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നിങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. വാനില റിക്വയേഴ്സ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ബിക്കോസ് ദ സ്പെഷ്യൽ ബീ ദാറ്റ് പോളിനേറ്റ്സ് ഇറ്റ് നാച്ചുറലി ഇറ്റ് നോട്ട് ഫൗണ്ട് ഇൻ അവർ റീജിയൻ. അപ്പോൾ വാനിലയിൽ എന്താണ്? ആർട്ടിഫിഷ്യൽ പോളിനേഷനാണ് നടക്കുക. കാരണം അതിന് എന്താ ആവശ്യമുണ്ട്? ഒരു സ്പെഷ്യൽ ബീയുടെ ആവശ്യമുണ്ട് പോളിനേഷന് വേണ്ടിയിട്ട് അല്ലേ? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് പറയുന്നുണ്ട് ഇറ്റ് നാച്ചുറലി ഈസ് നോട്ട് ഫൗണ്ട് ഇൻ അവർ റീജിയൻ. അപ്പോൾ നാച്ചുറലായിട്ട് നമുക്ക് ആ ഒരു ബീ നമ്മുടെ അവിടെ കാണാറില്ല.
അപ്പോൾ അതിനാവശ്യം എന്താണ്, നമ്മളൊരു സ്പെഷ്യലായിട്ടുള്ളൊരു ബി ആണ്. അപ്പോൾ വാട്ട് ആർ സീഡ്ലെസ് ഫ്രൂട്ട്സ്, എന്താണ് സീഡ്ലെസ് ഫ്രൂട്ട്സ്? ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ഒരു ബോക്സ് തന്നെ പറയുന്നുണ്ട് അല്ലേ, അതിൻ്റെ എക്സാമ്പിൾസും ചോദിച്ചിട്ടുണ്ട്, ഗീവ് എക്സാമ്പിൾസ്. അപ്പോൾ സീഡ്ലെസ് ഫ്രൂട്ട്സ് ആർ ഫ്രൂട്ട്സ് ദാറ്റ് ഡു നോട്ട് കണ്ടെയ്ൻ ട്രൂ സീഡ്സ്. ഇതിനെന്തുണ്ടാവില്ല, ട്രൂ ആയിട്ടുള്ള സീഡ്സ് ഉണ്ടാവില്ല, ഇല്ലാത്ത ആ ഒരു ഫ്രൂട്ട്സിനെയാണ് നമ്മൾ സീഡ്ലെസ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് വരുന്ന ഫ്രൂട്ട്സ് ഏതൊക്കെയാണ്? ബനാന, ഗ്രേപ്സ്, പൈനാപ്പിൾ കേട്ടോ. അപ്പോൾ അതിന് എന്തില്ല, ട്രൂ ആയിട്ടുള്ള സീഡ്സ് ഇല്ല. അപ്പോൾ എക്സാമ്പിൾ കൂടി ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അടുത്തത് ഹൗ ആർ സീഡ്ലെസ് ഫ്രൂട്ട്സ് ഫോംഡ് ഇൻ പ്ലാന്റ്സ്. പ്ലാന്റ്സിൽ എങ്ങനെയാണ് സീഡ്ലെസ് ഫ്രൂട്ട്സ് ഫോം ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സീഡ്ലെസ് ഫ്രൂട്ട്സ് ആർ ഫോംഡ് ത്രൂ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ വഴിയാണ് നമ്മുടെ സീഡ്ലെസ് ഫ്രൂട്ട്സ് ഫോം ചെയ്യുന്നത്. സച്ച് ആസ് കട്ടിംഗ് ഓർ റണ്ണേഴ്സ്, ബിക്കോസ് ദീസ് ഫ്രൂട്ട്സ് ഡു നോട്ട് കണ്ടെയ്ൻ സീഡ്സ് ഫോർ റീപ്രൊഡക്ഷൻ. അതായത് കട്ടിംഗ് ഓർ റണ്ണേഴ്സ് വഴിയാണ് ഈ ഫ്രൂട്ട്സിൽ എന്തില്ല, സീഡ്സ് ഇല്ല, റീപ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള സീഡ്സ് ഇല്ല. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളായിട്ട് എന്താ വരുന്നത്, ഗ്രേപ്പ് പ്ലാന്റ്സ് ആർ പ്രൊപ്പഗേറ്റഡ് യൂസിങ് കട്ടിങ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പുതിയ പ്ലാന്റ്സ് എല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു എക്സാമ്പിൾ കൂടി ഒന്ന് നോട്ട് ചെയ്തിട്ട് പറയാം കേട്ടോ. അടുത്തത് വാട്ട് ആർ സ്യൂഡോ സീഡ്സ് എന്ന് പറയുന്നത് എന്താണ്? സ്യൂഡോ സീഡ്സ് ആർ സ്ട്രക്ചർ ദാറ്റ് ലുക്ക് ലൈക്ക് സീഡ്സ് ബട്ട് കാനോട്ട് ഗ്രോ ഇൻ ടു എ ന്യൂ പ്ലാന്റ്. സ്യൂഡോ സീഡ്സ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് കാണുമ്പോൾ സീഡായിട്ട് തോന്നും, പക്ഷെ അതിൽ നിന്ന് നമുക്ക് എന്തുണ്ടാവാൻ പറ്റില്ല, പുതിയൊരു പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. എക്സാമ്പിൾ ബ്ലാക്ക് ഡോട്ട്സ് ഓൺ ദി സർഫസ് ഓഫ് പൈനാപ്പിൾ ആർ സ്യൂഡോ സീഡ്സ്. നമ്മൾ പൈനാപ്പിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പുറത്ത് എന്തുണ്ടാവും, ഒരു ബ്ലാക്ക് ഡോട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അല്ലേ, ചെത്തി കഴിയുമ്പോൾ. പക്ഷെ അത് നമുക്ക് സീഡായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അടുത്തത് ചോദിച്ചിട്ടുള്ളത് കുറച്ച് ക്ലാസിഫിക്കേഷൻ ഉണ്ട് അല്ലേ, പല ടൈപ്പ് ഫ്രൂട്ടിനെ പറ്റി പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ ആദ്യം പഠിക്കാനുള്ളതാണ് സിമ്പിൾ ഫ്രൂട്ട്. വാട്ട് ഈസ് എ സിമ്പിൾ ഫ്രൂട്ട്? എ ഫ്രൂട്ട് ദാറ്റ് ഡെവലപ്സ് ഫ്രം എ സിംഗിൾ ഓവറി ഓഫ് എ സിംഗിൾ ഫ്ലവർ ഈസ് കോൾഡ് സിമ്പിൾ ഫ്രൂട്ട്. ഒരു സിമ്പിൾ ഫ്ലവറിൻ്റെ സിംഗിൾ ഓവറിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ് നമ്മുടെ എന്ത്, സിമ്പിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് ഗീവ് 2 എക്സാമ്പിൾസ് ഓഫ് സിമ്പിൾ ഫ്രൂട്ട്. സിമ്പിൾ ഫ്രൂട്ടിന് 2 എക്സാമ്പിൾ കൂടി പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് ആൻസർ ആയിട്ട് വരുന്നത് മാംഗോയും കോക്കനറ്റും ആണ് കേട്ടോ. എക്സാമ്പിൾ കൂടി പഠിച്ചു വയ്ക്കുക, കാരണം ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു ബോക്സ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ പല ടൈപ്പ് ഫ്രൂട്ട്സ് അതിൻ്റെ എക്സാമ്പിൾ എഴുതാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എക്സാമ്പിൾ അറിയാണ്ട് പോവരുത്. അടുത്തത് ഫ്രം വിച്ച് പാർട്ട് ഓഫ് ദി ഫ്ലവർ ഡസ് എ സിമ്പിൾ ഫ്രൂട്ട് ഡെവലപ്ഡ്. നമ്മുടെ ഒരു ഫ്ലവർ എടുത്ത് നോക്കിയാൽ അതിൽ ഏത് പാർട്ടിൽ നിന്നാണ് നമ്മുടെ ഈ സിമ്പിൾ ഫ്രൂട്ട് ഉണ്ടാവുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഫ്രം ദി സിംഗിൾ ഓവറി ഓഫ് എ ഫ്ലവർ, അതായത് ഒരു ഫ്ലവറിൻ്റെ സിംഗിൾ ഓവറിയിൽ നിന്നാണ് നമ്മുടെ എന്തുണ്ടാവുന്നത്, സിമ്പിൾ ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആൻസർ നോട്ട് ചെയ്ത് വെക്കാം.
അടുത്തത് വാട്ട് ഈസ് ആൻ അഗ്രിഗേറ്റ് ഫ്രൂട്ട്. അഗ്രിഗേറ്റ് ഫ്രൂട്ട് എന്ന് പറയുന്നത് എന്താണ്? വെൻ എ സിംഗിൾ ഫ്ലവർ ഹാസ് മൾട്ടിപ്പിൾ ഓവറീസ് ആൻഡ് ഈച്ച് ഓവറി ഡെവലപ്പ് ഇൻ ടു സ്മോൾ ഫ്രൂട്ട്ലെറ്റ് ഫോമിങ് എ ക്ലസ്റ്റർ ഇറ്റ് ഈസ് കോൾഡ് ആൻ അഗ്രിഗേറ്റ് ഫ്രൂട്ട്. അതായത് ഒരു സിംഗിൾ ഫ്ലവറിൽ തന്നെ എന്തുണ്ടാവും? മൾട്ടിപ്പിൾ ഓവറീസ് ഉണ്ടാവും. അങ്ങനെ ഓരോ ഓവറിയും എന്തായിട്ട് സ്മോൾ ഫ്രൂട്ട്ലെറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തൊരു ക്ലസ്റ്റർ ഫോം ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫ്രൂട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അഗ്രിഗേറ്റ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. പല ടൈപ്പ് ഫ്രൂട്ടിനെ പറ്റിയാണ് കേട്ടോ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത് കസ്റ്റാർഡ് ആപ്പിളും ബ്ലാക്ക്ബെറിയും ആണ് കേട്ടോ. എക്സാമ്പിൾ പഠിച്ചു വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എക്സാമ്പിൾ. അടുത്തത് വൈ ആർ കസ്റ്റാർഡ് ആപ്പിൾ ആൻഡ് ബ്ലാക്ക്ബെറി കൺസിഡേർഡ് അഗ്രിഗേറ്റ് ഫ്രൂട്ട്. എന്തുകൊണ്ടാണ് കസ്റ്റാർഡ് ആപ്പിളും ബ്ലാക്ക്ബെറിയും അഗ്രിഗേറ്റ് ഫ്രൂട്ടായിട്ട് കൺസിഡർ ചെയ്യുന്നതെന്നാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ബിക്കോസ് ദേ ഡെവലപ്പ് ഫ്രം മെനി ഓവറീസ് പ്രസൻറ്റ് ഇൻ എ സിംഗിൾ ഫ്ലവർ. ഒരു സിംഗിൾ ഫ്ലവറിൽ തന്നെ ഒരുപാട് ഓവറീസ് ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്നെല്ലാമാണ് എന്ത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്? ഈ ഫ്രൂട്ട് ഡെവലപ്പ്, ഈ പറഞ്ഞിട്ടുള്ള കസ്റ്റാർഡ് ആപ്പിളും ബ്ലാക്ക്ബെറിയും ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അത് അഗ്രിഗേറ്റ് ഫ്രൂട്ടായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ ഒന്ന് നോട്ട് ചെയ്യാം. അടുത്തത് വാട്ട് ഈസ് എ മൾട്ടിപ്പിൾ ഫ്രൂട്ട്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള അടുത്ത ടൈപ്പ് ഫ്രൂട്ടാണ് മൾട്ടിപ്പിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത്. വെൻ മെനി ഫ്ലവേഴ്സ് ഇൻ ആൻ ഇൻഫ്ലോറസൻസ് ഫ്ലവർ ക്ലസ്റ്റർ ട്ടോ ഫ്യൂസ് ടുഗദർ ടു ഫോം എ സിംഗിൾ ഫ്രൂട്ട് ഇറ്റ് ഈസ് കോൾഡ് എ മൾട്ടിപ്പിൾ ഫ്രൂട്ട്. അതായത് ഒരുപാട് ഫ്ലവേഴ്സ് എന്ത് ചെയ്തിട്ട് ഫ്യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു സിംഗിൾ ഫ്രൂട്ട് ഫോം ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് വഴി ഉണ്ടാകുന്ന സിംഗിൾ ഫ്രൂട്ടാണ് നമ്മുടെ മൾട്ടിപ്പിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ മൾട്ടിപ്പിൾ ഫ്രൂട്ട് എന്താണെന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത് നമ്മുടെ പൈനാപ്പിളും അതുപോലെ തന്നെ ജാക്ക് ഫ്രൂട്ടും ആണ് കേട്ടോ. പൈനാപ്പിളും ജാക്ക് ഫ്രൂട്ടും എക്സാമ്പിൾ ഇമ്പോർട്ടൻ്റ് ആണ്. മൾട്ടിപ്പിൾ ഫ്രൂട്ടിൻ്റെ ആദ്യം മൾട്ടിപ്പിൾ ഫ്രൂട്ട് എന്താണെന്ന് പഠിച്ചു വയ്ക്കുക, പിന്നെ അതിൻ്റെ എക്സാമ്പിളും കൂടി പഠിച്ചു വയ്ക്കുക. അടുത്തത് വൈ ഈസ് പൈനാപ്പിൾ കോൾഡ് എ മൾട്ടിപ്പിൾ ഫ്രൂട്ട്. എന്തുകൊണ്ടാണ് പൈനാപ്പിൾ മൾട്ടിപ്പിൾ ഫ്രൂട്ട് ആണെന്ന് പറയാൻ കാരണം നമ്മൾ നേരത്തെ എക്സാമ്പിൾ എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഇറ്റ് ഈസ് ഫോമഡ് ബൈ ദി ഫ്യൂഷൻ ഓഫ് മെനി ഫ്ലവേഴ്സ് ഇൻ എ ഇൻഫ്ലോറസൻസ്. ഒരു ഇൻഫ്ലോറസൻസിനകത്ത് പല ഫ്ലവേഴ്സും കൂടി ഫ്യൂഷൻ ചെയ്ത് ഉണ്ടാവുന്ന ഒരു ഫ്രൂട്ടാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? പൈനാപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം അങ്ങനെ ഒരു പ്രോസസ്സ് ഉണ്ടാവുന്ന ഫ്രൂട്ടിനെ നമ്മൾ എന്താ പറയാൻ പഠിച്ചിട്ടുള്ളത്? മൾട്ടിപ്പിൾ ഫ്രൂട്ട് എന്നാണ് പേര് പറയാൻ പഠിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പൈനാപ്പിൾ എന്തെന്ന് പറയുന്നത്? മൾട്ടിപ്പിൾ ഫ്രൂട്ട് ആണെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ നോട്ട് ചെയ്ത് വെക്കുക.
അടുത്തത് വാട്ട് ഈസ് എ സ്യൂഡോ ഫ്രൂട്ട്. നമുക്ക് പിന്നെ പഠിക്കാനുള്ള ഒരു ഫ്രൂട്ടാണ് സിമ്പിൾ ഫ്രൂട്ട്, മൾട്ടിപ്പിൾ ഫ്രൂട്ട്, അഗ്രിഗേറ്റ് ഫ്രൂട്ട് പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സ്യൂഡോ ഫ്രൂട്ടാണ്. എ ഫ്രൂട്ട് ഇൻ വിച്ച് ദ ഓവറി ഡസ് നോട്ട് ഡെവലപ്ഡ് ഇൻ ടു ദ എഡിബിൾ പാർട്ട് ബട്ട് സം അതർ പാർട്ട് ഓഫ് ദ ഫ്ലവർ ബിക്കം ദ ഫ്രൂട്ട് ഈസ് കോൾഡ് സ്യൂഡോ ഫ്രൂട്ട്. ഇതിൽ സാധാരണ നമ്മൾ പറയാം ഓവറിയാണ് ഫ്രൂട്ടായിട്ട് മാറുകയെന്ന്, പക്ഷേ ഇതിൽ അതല്ല, അത് വേറെ ഏതെങ്കിലും ആ ഫ്ലവറിൻ്റെ പാർട്ട് ചെറിയൊരു ഫ്രൂട്ട് പോലെ ആവുന്നതാണ് നമ്മുടെ സ്യൂഡോ ഫ്രൂട്ട്. നേരത്തെ നമ്മൾ എക്സാമ്പിൾ എടുത്തപ്പോൾ പറഞ്ഞിരുന്നു അത് നമ്മൾ സ്ഥിരമായിട്ടുള്ള സീഡായിട്ട് കൺസിഡർ ചെയ്യില്ല. സ്യൂഡോ സീഡ്സ് എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്യൂഡോ ഫ്രൂട്ട് എന്ന് പറയുന്നത്. അടുത്തത് സ്യൂഡോ ഫ്രൂട്ടിന് ഏതെങ്കിലും എക്സാമ്പിൾസ് പറയാൻ നമ്മൾ അപ്പം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാഷ്യൂ ആപ്പിളും അതുപോലെ തന്നെ സ്ട്രോബെറി കേട്ടോ. 2 എക്സാമ്പിൾ പഠിച്ചു വയ്ക്കാം. ഇപ്പോൾ നമ്മൾ പഠിച്ച എല്ലാ ടൈപ്പ് ഫ്രൂട്ട്സും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ എക്സാമ്പിൾ എന്തായാലും പഠിച്ചിട്ട് പോകണം. അതേപോലെ തന്നെ പറയാനുള്ളതാണ്, ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് പലതരം കാര്യങ്ങൾ, ഡയേഷ്യസ് പ്ലാന്റ്സ്, മോണേഷ്യൽ, യൂണിസെച്ചൽ, ബൈസെച്ചൽ, ആർട്ടിഫിഷ്യൽ പോളിനേഷൻ, ക്രോസ് പോളിനേഷൻ, സെൽഫ് പോളിനേഷൻ, അങ്ങനെ നമ്മൾ പല ടൈപ്പ് ഫ്രൂട്ട്സ് ഇതിൻ്റെ ഒക്കെ എക്സാമ്പിൾസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ എക്സാമ്പിൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഓരോന്നിൻ്റെ ആൻസേഴ്സും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഓർമ്മിച്ച് വെച്ചിട്ട് തന്നെ പഠിച്ചെടുക്കുക കേട്ടോ. പല കുട്ടികൾക്കും അവിടെയാണ് ഇത്രയും ഈ ചാപ്റ്ററിൽ ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ പഠിക്കുന്നുണ്ട്, അവിടെയാണ് കൺഫ്യൂഷൻ വരിക. അടുത്തത് വൈ ഈസ് കാഷ്യൂ ആപ്പിൾ എ സ്യൂഡോ ഫ്രൂട്ട്. എന്തുകൊണ്ടാണ് കാഷ്യൂ ആപ്പിൾ ഒരു സ്യൂഡോ ഫ്രൂട്ട് ആണെന്ന് പറയാൻ കാരണം, ബിക്കോസ് ദ എഡിബിൾ കാഷ്യൂ ആപ്പിൾ ഈസ് ഫോംഡ് ഫ്രം ദ പെഡിസിൽ, ഫ്ലവർ സ്റ്റോക്ക് ആണ് കേട്ടോ പെഡിസിൽ എന്ന് പറയുന്നത്, നോട്ട് ഫ്രം ദ ഓവറി. നമ്മൾ പറഞ്ഞു സ്യൂഡോ ഫ്രൂട്ടിൽ നമ്മൾ ഈ ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യണത് എവിടെ നിന്നല്ല, ഓവറിൽ നിന്നല്ല, പകരം പ്ലാന്റിൻ്റെ വേറെ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ നിന്നായിരിക്കും. അപ്പോൾ പെഡിസൽ എന്ന് പറയുന്ന പാർട്ടിയിൽ നിന്ന് ആണ് നമ്മളിവിടെ കാഷ്യൂ ഫോം ചെയ്യുന്നത് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് അത് എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്, സ്യൂഡോ ഫ്രൂട്ടായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത്, വിച്ച് പാർട്ട് ഓഫ് സ്ട്രോബെറി ഫോംസ് ദ ഫ്രൂട്ട്. സ്ട്രോബെറിയുടെ ഏത് ഭാഗമാണ് ഫ്രൂട്ടായിട്ട് ഫോം ചെയ്യുന്നത് കേട്ടോ. ദ തലാമസ് എൻലാർജസ് ടു ഫോം ദ ഫ്രൂട്ട്, സോ ഇറ്റ് ഈസ് എ സ്യൂഡോ ഫ്രൂട്ട്. അപ്പോൾ സ്യൂഡോ ഫ്രൂട്ടിൽ എന്താണ് നമ്മൾ പറഞ്ഞത്, ഓവറി അല്ല ഫ്രൂട്ടായിട്ട് മാറുക, പകരം വേറെ ഏതെങ്കിലും പ്ലാന്റിൻ്റെ ഭാഗമായിരിക്കും. അപ്പോൾ അതേതാണ്, തലാമസ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗമാണ് എന്തായിട്ട് മാറുന്നത്, നമ്മുടെ ഫ്രൂട്ടായിട്ട് മാറുന്നത് കേട്ടോ സ്ട്രോബെറിയുടെ കേസിൽ. അപ്പോൾ അതിൻ്റെ ആൻസർ ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു എക്സാമ്പിൾസൊക്കെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട് കേട്ടോ. അടുത്തത് നമുക്ക് പറയാനുള്ളത് എന്താണ് ഫ്ലോറികൾച്ചർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വാട്ട് ഈസ് ഫ്ലോറികൾച്ചർ? ഫ്ലോറികൾച്ചർ ഈസ് ദ കൾട്ടിവേഷൻ ഓഫ് ഫ്ലവറിങ് പ്ലാന്റ്സ് കൊമേഴ്ഷ്യലി ഫോർ ഡെക്കറേറ്റീവ് ആൻഡ് ഇക്കണോമിക് പർപ്പസസ്. അതായത് നമ്മൾ ഡെക്കറേറ്റീവ് പർപ്പസിനൊക്കെ ഒരുപാട് പൂക്കൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് കേട്ടോ, അതിന് വേണ്ടിയിട്ട് പൂക്കൾ കൃഷി ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയണത്, ഫ്ലോറികൾച്ചർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടുള്ള കുറച്ച് ഫ്ലവേഴ്സൊക്കെയാണ് നമ്മൾ യൂഷ്വലി കൾട്ടിവേറ്റ് ചെയ്യാറുള്ളത് കേട്ടോ. എക്കണോമിക് പർപ്പസ്, നമ്മൾ സെയിൽ, പൂക്കളുടെ കാര്യങ്ങളിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ സെയിൽ, പല ഡെക്കറേറ്റീവ് പർപ്പസിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ സെയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ എന്ത് കിട്ടും, നല്ലൊരു ഇൻകം കിട്ടുവാറുണ്ട് അല്ലേ. അടുത്തത് വൈ ഈസ് ഫ്ലോറികൾച്ചർ ബിക്കമിങ് ആൻ ഇമ്പോർട്ടൻറ്റ് ഇൻഡസ്ട്രി. എന്തുകൊണ്ടാണ് ഫ്ലോറികൾച്ചർ ഒരു ഇമ്പോർട്ടൻറ്റ് എന്ന് പറയാൻ കാരണം, ബിക്കോസ് ഫ്ലവേഴ്സ് ആർ ഹൈ ഡിമാൻഡ് ഫോർ ഫെസ്റ്റിവൽസ്, ഡെക്കറേഷൻ, പെർഫ്യൂംസ്, കോസ്മെറ്റിക്സ് ആൻഡ് എക്സ്പോർട്ട്, മേക്കിംഗ് ഫ്ലോറികൾച്ചർ ഇക്കണോമിക്കലി ബെനഫിഷ്യൽ. അപ്പോൾ അതായത് നമുക്കറിയാം ഫെസ്റ്റിവൽസിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും വല്ല ആഘോഷങ്ങൾക്കും ഡെക്കറേഷനും പെർഫ്യൂം ഉണ്ടാക്കാനും കോസ്മെറ്റിക്സ് ഉണ്ടാക്കാനും ഒക്കെ നമ്മളൊക്കെ എന്താവശ്യമാണ്, നമ്മുടെ ഫ്ലവേഴ്സ് ആവശ്യമാണ്. അപ്പോൾ അതിലൂടെ നമ്മൾ ഫ്ലവേഴ്സ് കൃഷി ചെയ്യുന്ന രീതിയാണ് ഫ്ലോറികൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അതിലൂടെ നമുക്ക് നല്ലൊരു ഇൻകം തന്നെ കിട്ടുമെന്നാണ് കേട്ടോ പറയുന്നത്.
അടുത്തത് ഹൗ ഡസ് ഫ്ലോറികൾച്ചർ ഹെൽപ്പ് ഫാർമേഴ്സിനെ എങ്ങനെയാണ് ഫ്ലോറികൾച്ചർ ഹെൽപ്പ് ചെയ്യുന്നത്? ഫ്ലോറികൾച്ചർ പ്രൊവൈഡ് ബെറ്റർ ഇൻകം, ക്രിയേറ്റ്സ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് അലോസ് ഫാർമേഴ്സ് ടു സെൽ ഫ്ലവേഴ്സ് ഫോർ ലോക്കൽ ആൻഡ് എക്സ്പോർട്ട് മാർക്കറ്റ്സ്. അപ്പോൾ നമുക്കറിയാം ഈ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങൾക്കും ഫ്ലവേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഫ്ലവേഴ്സ് ഫാർമേഴ്സ് കൾട്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്കത് എന്ത് ചെയ്യാൻ പറ്റും? സെല്ല് ചെയ്യാൻ പറ്റും. സെല്ല് ചെയ്യുന്നതിലൂടെ അവർക്ക് എന്ത് കിട്ടും? ഇൻകം കിട്ടും കേട്ടോ. അപ്പോൾ അവർക്ക് നല്ലൊരു ഇൻകം തന്നെയാണ് അതിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. മാക്സിമം ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക കേട്ടോ. താങ്ക്